അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വീണ്ടും തിരിച്ചടി. ജന്മാവകാശ പൗരത്വം നിർത്തലാക്കുന്ന ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവ് സിയാറ്റിലെ ഫെഡറൽ കോടതി സ്റ്റേ ചെയ്തു. നഗ്നമായ ഭരണഘടനാ ലംഘനം ചൂണ്ടിക്കാണിച്ചാണ് 14 ദിവസത്തേക്ക് പ്രസിഡന്റിന്റെ ഉത്തരവ് കോടതി സ്റ്റേ ചെയ്തത്. നമുക്കൊപ്പം തത്സമയം മധു കൊട്ടാരക്കര അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിൽ നിന്നും ചേരുന്നു. ഗുഡ് മോർണിംഗ് മധു, ശരിക്കും ട്രംപ് ആദ്യ ദിവസം തന്നെ ഒപ്പുവെച്ച എക്സിക്യൂട്ടീവ് ഉത്തരവാണ് കോടതി ഭരണഘടനാ ലംഘനം എന്ന് പറഞ്ഞ് സ്റ്റേ ചെയ്തു വെച്ചിരിക്കുന്നത്. വലിയൊരു തിരിച്ചടി ഇദ്ദേഹത്തിന് നേരിട്ടു. തുടക്കത്തിലെ കല്ലുകടിച്ചു. എന്താണ് വിവരം? ഗുഡ് മോർണിംഗ് എസ്കെൻ. ജന്മാവകാശ പൗരത്വം അവസാനിപ്പിക്കണമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ ഒന്ന് ഇപ്പോൾ ഭരണഘടനാ ബിരുദമെന്ന് സിയാറ്റിലെ ഫെഡറൽ ജഡ്ജിയാണ് വിധിച്ചിരിക്കുന്നത്. അടുത്ത 14 ദിവസത്തേക്ക് ഈ നയം നടപ്പാക്കുന്നത് നിർത്തിവെക്കുവാനുള്ള ഒരു അടിയന്തര ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന് വാഷിംഗ്ടൺ സ്റ്റേറ്റ് അറ്റോർണി ജനറൽ നിക് ബ്രൗണിന്റെയും അതുപോലെ മറ്റ് 3 ഡെമോക്രാറ്റിക് പാർട്ടി നേതൃത്വം നൽകുന്ന സംസ്ഥാനങ്ങളുടെയും അഭ്യർത്ഥനയാണ് ഇപ്പൊ ഈ സിയാറ്റിലിരിക്കുന്ന ജഡ്ജി ജോൺ കഫ്നർ അംഗീകരിച്ചുകൊണ്ട് വിധി പറഞ്ഞിരിക്കുന്നത്. ഈ ഉത്തരവ് തടയുവാൻ ഒരു താൽക്കാലിക നിരോധന ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ജഡ്ജി. ഇത് 4 പതിറ്റാണ്ടിലേറെ താൻ ഈ ബെഞ്ചിൽ ഇരിപ്പുണ്ടെന്നാണ് ജഡ്ജി പറയുന്നത്. പക്ഷേ ഇത്ര വ്യക്തതയോടുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു കേസ് ഇതാദ്യമായിട്ടാണ് തന്റെ മുമ്പിൽ വരുന്നതെന്നാണ് ജഡ്ജി ജോൺ കഫ്നൂർ പറയുന്നത്. ഇദ്ദേഹത്തെ മുൻ പ്രസിഡന്റ് റൊണാൾഡ് റീഗന്റെ കാലത്ത് അപ്പോയിന്റ് ചെയ്തതാണ്. ബർത്ത് റൈറ്റ്, സിറ്റിസൺഷിപ്പ് റൈറ്റ്സ് നയത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരണം ഉണ്ടാകുന്നത് വരെ ഈ നയം തടഞ്ഞുകൊണ്ട് ഉള്ള അടിയന്തര ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് മാറ്റിവെക്കണമെന്ന് എന്നാൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി വാദിച്ച അറ്റോർണി ബ്രഡ് ഷൂമെറ്റ് ജഡ്ജിയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇത് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. വൈറ്റ് ഹൗസിൽ പിന്നീട് മാധ്യമ പ്രവർത്തകരോട് ട്രംപ് സംസാരിക്കുമ്പോൾ ഈ വിധിയെ എതിർക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ട്രംപിന്റെ ഈ എക്സിക്യൂട്ടീവ് ഉത്തരവ് ഭരണഘടനയുടെ 14ാം ഭേദഗതിയുടെ നഗ്നമായ ലംഘനമാണെന്ന് ഈ കേസ് വാദിക്കുന്ന ഡെമോക്രാറ്റിക് നേതൃത്വത്തിലുള്ള സംസ്ഥാനങ്ങൾ ഇപ്പോൾ തന്നെ പല ഫെഡറൽ കോടതികളിലേക്കും ഒരു താൽക്കാലിക ഉത്തരവിനായിട്ട് സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഈ കുട്ടികൾ ജനിക്കുന്നത് ഉത്തരവിന്റെ പേരിൽ എങ്ങനെ താൽക്കാലികമായി നിർത്തിവെക്കാനാകുമെന്ന് ഇത് സംബന്ധിച്ച് ഇന്ന് കോടതിയിൽ സംസാരിച്ച അറ്റോർണി ലെയ്ൻ പലോസോള കോടതിയിൽ വാദിക്കുകയും ചെയ്തിരുന്നു. എസ്കനെ, ഇത് ഡൊണാൾഡ് ട്രംപിന് ഒരു തിരിച്ചടിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നിയമം നടപ്പിലാക്കുവാനായിട്ട് ഏറെ കടമ്പകളുണ്ടെന്ന് അറിയാവുന്ന ഒരേ ഒരാൾ ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. ഒരുപക്ഷെ ഈ നിയമം അമേരിക്കയിൽ ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന് ഒരു പൊതു ചർച്ചയ്ക്ക് വേണ്ടിയായിരിക്കാം ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപ് ഈ എക്സിക്യൂട്ടീവ് ഓർഡറിൽ ഉത്തരവിച്ചത്. എസ്കെൻ മധു, ഇത് നടപ്പിൽ വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ആയിരക്കണക്കിന് ആളുകളെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അവർക്കൊക്കെ ഉത്കണ്ഠ ഉണ്ടാക്കുന്ന ഉത്തരവാണല്ലോ അദ്ദേഹം അന്ന് ഒപ്പിട്ടത്. തീർച്ചയായിട്ടും എസ്കെൻ, പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് ഏറെ ഉത്കണ്ഠ ഉണ്ടാക്കുന്നതാണ്. ഇത്തരത്തിൽ വലിയ പരിഭ്രാന്തി വന്നിട്ടുണ്ട്. ഇതുമായിട്ട് സംബന്ധിച്ച് വലിയ അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. അതായത് നേരത്തെയുള്ള ഈ പ്രസവത്തിനായിട്ട് ആശുപത്രികളെ സമീപിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകളും ഒക്കെ, സ്ഥിരീകരിക്കാത്ത വാർത്തകളും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ബർത്ത് ടൂറിസം എന്ന പേരിൽ പ്രത്യേകിച്ച് ചൈനയിൽ നിന്നൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ അമേരിക്കയുടെ പല തീരങ്ങളിലും എത്തുന്നു എന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം. തന്നെയുമല്ല, ഇവര് അമേരിക്കൻ പൗരത്വം ലഭിക്കുന്നതോടുകൂടി ഇത് നികുതിദായകർക്ക് അധിക ബാധ്യതയാകുന്നു എന്നാണ് ട്രംപിന്റെ കണ്ടെത്തൽ. എസ്കെ